ഭാരതത്തിന് ഇന്ന് ചരിത്ര ദിനം. രാമജന്മഭൂമിയിൽ അഭിമാന മന്ദിരത്തിൽ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മോടൊപ്പം അതിഥികൾ ചേരുകയാണ്. കേസരി പത്രാധിപർ ശ്രീ NR മധു കൂടി ചേരുന്നു. ശ്രീ മധു, സ്വാഗതം. നേരത്തെ നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ സൂചിപ്പിച്ചതുപോലെ രാജ്യം സ്വാഭിമാനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, വിദേശ ശക്തികളുടെ, അധിനിവേശ ശക്തികളുടെ ഒരു ചിഹ്നവും അവശേഷിപ്പിക്കാതെ ഭാരതം അതിൻ്റെ സ്വത്വം വീണ്ടെടുത്ത ചരിത്ര മുഹൂർത്തമാണ് കടന്നുപോയത്. ഇനിയും ആ സ്വത്വത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെ രാജ്യം മുന്നേറുമ്പോൾ താങ്കൾ ഈ ദിനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഭാരതീയ ഇതിഹാസ പരമ്പരകളുടെ രേഖകൾ അനുസരിച്ച് അയോധ്യ സൂര്യവംശ രാജധാനിയാണ്. ആ സൂര്യവംശ രാജധാനിയിൽ ഇന്നൊരു പുതിയ സൂര്യോദയം ഉണ്ടായിരിക്കുകയാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇസ്ലാമിക ശക്തികൾ, അധിനിവേശ ശക്തികൾ അതിക്രമിച്ച് കീഴടക്കിയ ഗോത്ര സമൂഹങ്ങളുടെയും അല്ലാതുള്ളതുമായ മഹാസംസ്കാരങ്ങളുടെ പ്രതീകങ്ങൾ, അവർ തകർത്ത ഒരു പ്രതീകങ്ങളും ലോകത്ത് ഒരിടത്തും വീണ്ടെടുക്കുവാൻ അത്തരം സമൂഹങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഭാരതം സനാതനധർമ്മം അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ നഷ്ടപ്രതാപങ്ങളെ ഒന്നൊന്നായി വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയോധ്യ, നമുക്കറിയാം, കാശി ഭാരതത്തിൻ്റെ ഹൃദയമാണെങ്കിൽ അയോധ്യ ഭാരതത്തിൻ്റെ ആത്മാവാണ്. ഭാരതത്തിൻ്റെ ആത്മാവിനെ ഇന്ന് നാം വീണ്ടെടുത്തിരിക്കുകയാണ്. 500 വർഷമായി മര്യാദാ പുരുഷോത്തമനായ ഭാരതീയ ജനകോടികളുടെ നാഡീഞരമ്പുകളിലൂടെ ഒരു വികാരമായി, ഒരു സംസ്കാരമായി പ്രവഹിച്ചുകൊണ്ടിരുന്ന ആ രാമനെന്ന ജൈവസത്തയെ പുനഃപ്രതിഷ്ഠിക്കുവാൻ ഇന്ന് ഭാരതത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേവലം ഒരു ക്ഷേത്രപ്രതിഷ്ഠയല്ല. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു സംസ്കാരത്തിൻ്റെ, സ്വത്വബോധത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും വീണ്ടെടുക്കലുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഔറംഗസേബിനെ പോലെയുള്ള ഭരണാധികാരിമാർ ക്ഷേത്രങ്ങൾ തകർക്കുക എന്നത് അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്നവരാണ്. അത് ടിപ്പു സുൽത്താനാണെങ്കിലും, ഹൈദരാലി ആണെങ്കിലും, ഗസ്നി ആണെങ്കിലും, ഗോറി ആണെങ്കിലും, ബാബർ ആണെങ്കിലും എല്ലാം അവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതും അതിന്മേൽ മറ്റ് ആരാധനാലയങ്ങൾ തകർത്ത് അതിന്മേലെ ഇസ്ലാമിക വാസ്തുശില്പങ്ങൾ നിർമ്മിക്കുന്നതുമൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഔറംഗസേബിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സേനയിൽ വിഗ്രഹങ്ങൾ തകർക്കുവാൻ വേണ്ടി, ക്ഷേത്രങ്ങൾ തകർക്കുവാൻ വേണ്ടി മാത്രം ഒരു സൈനിക വിഭാഗമുണ്ടായിരുന്നു. ആ സൈനിക വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ വിഗ്രഹം തകർക്കുന്നവർക്ക് ബുദ്ധിശിഖൻ എന്ന പദവി കൊടുത്ത് അവരെ ആദരിച്ചിരുന്നു. നമ്മുടെ രാജ്യം പത്മശ്രീയൊക്കെ കൊടുക്കുന്നത് പോലെ ക്ഷേത്രങ്ങൾ തകർക്കുന്ന, വിഗ്രഹങ്ങൾ തകർക്കുന്ന, ഏറ്റവും കൂടുതൽ തകർക്കുന്നവർക്ക് ബുദ്ധിശിഖൻ എന്ന പദവി കൊടുത്ത പാരമ്പര്യമായിരുന്നു ഔറംഗസേബിനൊക്കെ ഉണ്ടായിരുന്നത്. ആ ഔറംഗസേബിൻ്റെ പാരമ്പര്യം ഈ നാട്ടിൽ തുടരണമെന്ന് വാദിക്കുന്ന രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം. എന്താണെങ്കിലും ഭാരതം ആ ഔറംഗസേബിനോ, ടിപ്പുവിനോ, ഹൈദരാലിക്കോ അല്ലെങ്കിൽ ബാബർക്കോ ഒന്നും കീഴടങ്ങി ജീവിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സുദിനമാണിത്. ആത്മാവിൻ്റെ വീണ്ടെടുക്കലാണ്. അയോധ്യ ഭാരതത്തിൻ്റെ ആത്മാവാണ്. കാശി ഭാരതത്തിൻ്റെ ഹൃദയമാണ്. കാശ്മീരം ഭാരതത്തിൻ്റെ ശിരസാണ്. ആ ഓരോ മർമ്മ കേന്ദ്രങ്ങളെയും ഭാരതം ഇതാ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് വിജയസുദിനമാണ്. ഇത് വരാൻ പോകുന്ന തലമുറയ്ക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു നവസൂര്യോദയത്തിൻ്റെ ദിനമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെ.